കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ അസിങ്ക് അവൈറ്റ്? പ്രോമിസ് ഉപയോഗിച്ച് കോഡ് എഴുതുന്നതിന്റെ എളുപ്പമുള്ള ഒരു വഴിയാണ് അസിങ്ക് അവൈറ്റ്. സോ നമ്മൾ നേരത്തെ വീഡിയോയിൽ പ്രോമിസ് കണ്ടു, ഇതിനകത്തൊരു കോൾ ബാക്ക് ഉണ്ട്. സോ അസിങ്ക് അവൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കോൾ ബാക്ക് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ കോൾ ബാക്ക് ഒഴിവാക്കാൻ സാധാരണ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു കോഡ് വെച്ചിട്ട് കോൾ ബാക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ ഈ പ്രോമിസിന്റെ കേസിൽ കോൾ ബാക്ക് ഒഴിവാക്കാൻ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ ലെവലിൽ തന്നെ തരുന്ന ഒരു സപ്പോർട്ടാണ് അസിങ്ക് അവൈറ്റ്. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ് അസിങ്ക് ഫംഗ്ഷനുകൾ. സോ സാധാരണ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ അസിങ്ക് എന്ന് പറഞ്ഞ് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അസിങ്ക് ഫംഗ്ഷനായി. അസിങ്ക് ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷൻ പോലെയല്ല, ഇത്തിരി സ്പെഷ്യലാണ്. അതായത് ബേസിക്കലി ഇത് ജാവാസ്ക്രിപ്റ്റ് ഇത് അസിങ്ക്രണസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് പിന്നീട് എപ്പോഴോ ആണ് വരിക എന്നുള്ള അസംഷനിലാണ് ജാവാസ്ക്രിപ്റ്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു 12 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്താലും സാധാരണ ഇതുപോലെ ഗെറ്റ് മൈ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 12 അല്ല പ്രിന്റ് ചെയ്യുക. ഓക്കെ, സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെറ്റ് മൈ ഡാറ്റ ഒരു അസിങ്ക്രണസ് ആണ് എന്നാണ് ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അസിങ്ക് ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോമിസ് ആയിരിക്കും. ഇത് റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രോമിസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ പ്രോമിസിൽ നിന്ന് ഡാറ്റ എടുക്കണം എന്ത് ചെയ്യണം? ദെൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പ്രോമിസിൽ നിന്ന് ഡാറ്റ എടുക്കാൻ. സോ നമ്മൾ ദെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പ്രോമിസിൽ ചെയ്ത പോലെ കോൾ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടും. പക്ഷെ ഇപ്പോഴും നമ്മൾ കോൾ ബാക്ക് ഒഴിവാക്കിയിട്ടില്ല. സോ കോൾ ബാക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് അവൈറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കോൾ ബാക്ക് ഒഴിവാക്കണമെങ്കിൽ അതിന് ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈറ്റ് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവൈറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷനിന്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സ്പെഷ്യൽ ടൈപ്പ് ഫംഗ്ഷനുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസിങ്ക് ഫംഗ്ഷനുകൾ. ഈ അസിങ്ക് ഫംഗ്ഷൻ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രോമിസ് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് അവൈറ്റ് ചെയ്യാൻ പറ്റും. പ്രോമിസ് ഒബ്ജക്റ്റ് അവൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോമിസ് റിസോൾവ് ചെയ്യണം വരെ നമുക്ക് ആ കോഡ് അവിടെ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞ കോഡ് നമ്മളിവിടെ ഫെച്ച് ഡാറ്റ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് റിട്ടേൺ ചെയ്യുന്നത് പ്രോമിസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. കിട്ടുന്നത് പ്രോമിസിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കത് അവൈറ്റ് ചെയ്യാൻ പറ്റും. അവൈറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് റിസോൾവ് ചെയ്യുന്നവരെ അതിനവിടെ അവൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൈറ്റ് ചെയ്തല്ലോ എന്ന് വെച്ചാൽ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് റിട്ടേൺ ചെയ്യുന്നത്? വാല്യൂ 1. ഓക്കെ, അത് ആ റിസോൾവ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ വാല്യൂ 1ൽ റിട്ടേൺ ചെയ്യുന്നത്. അതായത് അസിങ്ക് ഫംഗ്ഷനകത്ത് നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളത് ദെൻ എഴുതുന്നതിന് തുല്യമാണ്. ദെന്നിൽ ഈ ഡാറ്റ വരുന്നതായിരിക്കും ഈ അവൈറ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഡാറ്റ പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അസിങ്ക് ഫംഗ്ഷൻ വിളിച്ച് നോക്കാം. ഗെറ്റ് മൈ ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത് ആ അവൈറ്റ് ചെയ്ത് കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കും. സോ നമ്മളിവിടെ അവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ വെയിറ്റ് ചെയ്യുക പറഞ്ഞാൽ കോഡ് അവിടെ ബ്ലോക്ക് ചെയ്യുക എന്ന അർത്ഥമില്ല. സോ അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ codemalayalam.in/async എന്ന് പറഞ്ഞ ലിങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട്. തീർച്ചയായും കാണുക.